ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പരിശോധിക്കാം. ആദ്യം 19/2/2025 22,914 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 93 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇവിടെ കാണുക. 22,821 എന്ന ലെവലിൽ 7 പോയിന്റ് മാത്രം ലോ, ജസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 814 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമുക്കറിയാം, ഇന്നലെ നമ്മളുടെ പ്ലാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ പോയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ, തിരിച്ചാണെങ്കിൽ ഈ ലെവൽ, അങ്ങനെയെങ്കിൽ ക്ലോസിങ് ഇതിന് താഴെ ലഭിക്കണം എന്നായിരുന്നു. എന്നാൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തു. ഇവിടെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസിംഗ് ഇല്ല എങ്കിൽ പോലും ഈ ലെവൽ ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഇവിടുന്ന് ഇന്നലെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്നവർ, ഇന്നലെ നമുക്കറിയാം മാർക്കറ്റ് കുറഞ്ഞു വരികയായിരുന്നു. അത്തരത്തിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്നവർക്ക് തീർച്ചയായും നല്ല പ്രോഫിറ്റ് കിട്ടി, അവർ ബുക്ക് ചെയ്തു. അപ്പോൾ വില താണ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നവരും, നമുക്ക് അറിയാം 2 തരം ആൾക്കാരാണ് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവുക, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അങ്ങനെയെങ്കിൽ വില കുറഞ്ഞു കിട്ടിയപ്പോൾ പെട്ടെന്ന് വാങ്ങിയവരും ഉണ്ടാകാം, ഇവിടെ നിന്നും വിറ്റ് നിന്നവർ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുണ്ടാവാം. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പെട്ടെന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. ഇന്നലെയും നമുക്ക് അത് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. ഒരു 5 മിനിറ്റിൻ്റെ ഒരു ലോവർ സൈഡ് ഷാഡോ ഉള്ള നല്ല ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ലഭിച്ചിരുന്നത്. ഇവിടെയും ആ തരത്തിലൊരു മൂവാണ് ലഭിച്ചത്. എന്നാൽ ഇവിടെ നിന്ന് പ്രൈസ് ചെറിയ ടൈം ഫ്രെയിമിൽ തിരിയുന്നത് കണ്ട് ഇവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിരുന്നവർക്ക് കൃത്യമായും നമ്മളുടെ റെസിസ്റ്റൻസ് ലെവലിലേക്ക്, നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് അത് റെസിസ്റ്റൻസ് ആയി മാറി അവിടേക്ക് ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലെവലിലേക്ക് ടാർഗറ്റ് കിട്ടും എന്ന്, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് ആ ലെവലിലേക്ക് ടാർഗറ്റ് കിട്ടും എന്ന് കരുതി, ഈ പ്രൈസ് അപ്വേർഡ് ആണല്ലോ മൂവ് ചെയ്യുന്നത് എന്ന് കരുതി വീണ്ടും വില കുറഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തുനിന്നവരും ഉണ്ടാവാം. എന്നാൽ ഈ റെസിസ്റ്റൻസിൽ നിന്നും ഇന്നലത്തതുപോലെ അടുത്ത ടൈമിൽ ഇതേപോലെ ഒരു ഇത് തന്നതിന് ശേഷം വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യേണ്ടതിന് പകരം പ്രൈസ് ഡിക്ലൈൻ ആവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ, അഥവാ ഇവിടെ വില കുറയുകയാണ്, ഒരു പൊസിഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നവർ ഇവിടെ ഈ ടഫ് കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാമെന്ന്, അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാമെന്ന് പോലും കരുതിയവർക്ക് വളരെ പെട്ടെന്ന് ഇവിടെ എടുത്ത ടൈമിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായും നമ്മുടെ ചിന്തയുടെയും മുമ്പിൽ കാണുന്ന ക്യാൻഡിലുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ തിരിച്ചറിയാനുള്ള ശേഷിക്ക് അനുസരിച്ചുമായിരിക്കും ഈ ട്രേഡുകൾ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ തരത്തിൽ 2 വശത്തോട്ടും ട്രേഡ് ചെയ്തവരുണ്ട്. വീണ്ടും ഈ ഡിക്ലൈൻ ബൈ ചെയ്ത് റിവേഴ്സ് ആകുന്നതുകൊണ്ട് ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ടാർഗറ്റായി കിട്ടുമോ എന്ന് പരിശോധിച്ച് ആ തരത്തിൽ ട്രേഡ് ചെയ്തവരുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു 1.5 മണിക്കൂറിന് ശേഷം പിന്നീട് കാര്യമായ ട്രേഡിംഗ് സിറ്റുവേഷൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ സാമാന്യം നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് ചെയ്തത്. ഇന്ന് എത്രയാണോ മൂവ്മെൻറ്റ് കിട്ടിയത് അത് ആകെ 110 പോയിന്റ് 112 പോയിന്റ് മൂവ്മെൻ്റാണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. അതിനകത്തെ ഭൂരിഭാഗവും രാവിലത്തെ ആ ഒരു മൂവ് മാത്രമാണ്. പിന്നെ വളരെ കുറഞ്ഞ ഒരു റേഞ്ചിൽ മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അതായത് ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ആണ്. ഓപ്ഷൻ സെല്ലേഴ്സ് പൂർണ്ണമായും പിടിമുറുക്കുക തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ഇവിടെ നിന്നും സൂക്ഷ്മമായി ചെറിയ സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ പോയിന്റുകൾക്ക് പ്രോഫിറ്റ് എടുത്ത പലർക്കും ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിഫ്റ്റിയുടെ ചലനങ്ങൾ ഉണ്ടായിരുന്നത്. അത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് സാമാന്യം റിസ്ക് തന്നെയാണ്. എന്നാൽ ഇത്തരം പ്ലാനിങ്ങോടുകൂടി വളരെ ചടുലമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞവർക്ക് മാത്രം പ്രോഫിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രോഫിറ്റ് കിട്ടിയ പല P&Lകളും പബ്ലിക് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റിനെ അനുസരിച്ച് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. ജസ്റ്റ് നമ്മുടെ പ്രധാന സപ്പോർട്ട് ഒന്ന് മാറ്റി ഡ്രോ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി ലെവലുകളെല്ലാം ഓൾമോസ്റ്റ് ഇന്നലത്തേതിന് തന്നെ സെയിം ആണ്. എങ്കിലും നമുക്ക് അവയൊന്ന് പരിശോധിച്ച് നോക്കാം. 22,903 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 22,891 എന്ന വളരെ ക്ലോസ് ആയ ഒരു മൈനർ സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് താഴെ 22,868 എന്ന ലെവലും. എന്നാൽ 22,994, അതായത് 23,000 എന്ന റേഞ്ച് തന്നെയായിരിക്കാം അടുത്ത പ്രധാന
റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാനുള്ള ലെവൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം നാളെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തരുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ കഴിഞ്ഞ ദിവസവും നമ്മുടെ ചാർട്ടിൽ രേഖപ്പെടുത്തിയവയായിരുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് സഞ്ചരിക്കുകയാണെങ്കിൽ തുടർന്ന് താഴെ കാണുന്ന ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഇവിടെയെല്ലാം കൃത്യമായും സപ്പോർട്ടുകളായി പ്രവർത്തിക്കുന്ന ലെവലുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഓരോ ലെവലുകളും വളരെ അടുത്താണ് വരച്ചിട്ടുള്ളതെങ്കിൽ പോലും അവയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 49,260 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. തൊട്ട് താഴെയായി 49,150 എന്ന ലെവലാണ് ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 49,540 എന്ന ലെവൽ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി നാളെ മാറിയേക്കാം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതുപോലെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ വീണ്ടും സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ കാണുന്നവ. അത്തരത്തിൽ പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ കണ്ടെത്തി അവിടെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. ഇതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷ. അതിൽ 49,000 എന്ന ലെവൽ ഒരു പ്രധാന സപ്പോർട്ട് ലെവലായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. 75,718 എന്ന ലെവലാണ് 18-15 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 75,637 എന്ന മറ്റൊരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നത് 76,190 എന്ന ലെവലാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്.
അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്ന പക്ഷം വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. എന്നാൽ ഇന്നത്തെ ലോ അതിന് താഴോട്ട് വീണ്ടും ഒരു ക്ലോസിംഗ് ലഭിക്കുമ്പോൾ മാത്രമാണ് പ്രൈസ് വീക്കാണ് എന്ന് മനസ്സിലാവുക. അപ്പോൾ അത് നോക്കി ഇതിനനുസരിച്ച് ഈ ടാർഗറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഇത് ഒരു കോൾ വാങ്ങാനോ പുട്ട് വാങ്ങാനുമുള്ള ഒരു റെക്കമെൻഡേഷനുമല്ല. പഠനാർത്ഥം തയ്യാറാക്കുന്ന ഒരു കാര്യം മാത്രമാണിത്. നിങ്ങൾക്കും ഇത് പഠനാവശ്യത്തിലേക്കായി ഉപയോഗിക്കാം. എന്നാൽ ഏത് വിധത്തിൽ ഉപയോഗിച്ചാലും അത് റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലിനെ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നല്ല മൂവ്മെൻറ്റുകൾ, ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന നല്ല മൂവ്മെൻറ്റുകൾ നാളെ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.